ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രണ്ട്സായാലും സിസ്റ്റേഴ്സായാലും ബ്രദേഴ്സായാലും ഫാദേഴ്സായാലും മദറായാലും ഗ്രാൻഡ് മദറായാലും ഏത് ആരാണെങ്കിലും അവർക്ക് പറ്റിയ അവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ആയ ഒരു സിമ്പിൾ ഗിഫ്റ്റ് ഉണ്ടാക്കാമല്ലോ നമുക്ക്. ഞാൻ മദറിനാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഒരു പേപ്പർ എടുക്കാം. ആ പേപ്പർ ലവ് ഷേപ്പിലൊന്ന് മടിക്കേണ്ട ശേഷം ലവ് ഷേപ്പിലൊന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാവണില്ലെങ്കിലും മനസ്സിലാവണില്ലെങ്കിലും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ആദ്യമായി ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വെട്ടിയെടുത്തതിന് ശേഷം ഞാൻ ടാൻസറാണ് ആക്കിയത്, പക്ഷേ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഡാൻസാക്കി ആക്കാൻ വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഞാൻ ഡാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, കണ്ടു കേട്ടോ. എങ്ങനെയുണ്ട്? ഒരു വലിയ ഹാർട്ടിനുള്ളിൽ സ്മോൾ ഹാർട്ടാണ് ലോഡുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം വീട്ടിലുള്ള കണ്ണന്മാരി മടക്കട്ടെ രണ്ട് സൈഡ് കേട്ടോ. അത് പ്രസ് ചെയ്യണേ. എന്നിട്ട് ആ ലാസ്റ്റ് അടിയത്തെ ഭാഗം മേലോട്ടൊന്ന് മടക്കുക. എന്നിട്ട് മേലെ ഇതൊക്കെ അത് നല്ല പ്രസ് ചെയ്യണേ. ഞാൻ പശ കൊണ്ടൊന്നും ഒട്ടിക്കണില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം, ഞാൻ ഒട്ടിക്കണില്ല. മേലെ ഇതൊക്കെ കുറച്ച് ഭാഗം എടുക്കണേ, അതൊന്ന് മടക്കി അവിടെ ഇത് വെക്കട്ടോ. അതും നല്ലപോലെ പ്രസ് ചെയ്യണേ മടക്കിയതിന് ശേഷം. എന്നിട്ട് അതൊന്ന് തുറന്നാൽ മേൽഭാഗത്തൊരു കള്ളിമരി ഉണ്ടാവും. ആ കള്ളിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കഷ്ണം പേപ്പർ എടുക്കാം. അത് നല്ല മടക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ പെൻസിൽ ഉപയോഗിച്ചോ പെൻ ഉപയോഗിച്ചോ കളർ ഉപയോഗിച്ചോ എന്ത് വെച്ചിട്ട് ഒരു ലവിൻ്റെ പകുതി വരയ്ക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ലവ് കിട്ടും. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലുണ്ടാകും ഇങ്ങനെ. അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അത് ജേർണലൊക്കെ ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോ ഇടും കേട്ടോ, എല്ലാതും കാണണം കേട്ടോ. എന്നിട്ട് അത് ഹാർട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്കെച്ച് കൊണ്ട് ഒരു ഞാൻ ബ്രൗൺ കളറാണ് യൂസ് ചെയ്തത്, പക്ഷെ അത് ബ്ലാക്ക് ടച്ചിലുകൊണ്ടാണ് അത് യൂസ് ചെയ്തത്. ഇതിലേക്ക് ബ്ലാക്ക് സ്കെച്ചിലായിരുന്നു, അപ്പോൾ ഞാൻ ബ്രൗൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് ബ്ലാക്ക് ഇട്ടൊക്കെ അവിടെ കൊടുക്കാം കേട്ടോ. ഒരു വീഡിയോയിൽ കാണിക്കുന്ന മാതിരി 3 കളേഴ്സ് വെച്ച് ചെയ്യാം. ഞാൻ ബ്രൗൺ ചെയ്തു, പിന്നെ ഓറഞ്ചും അല്ല യെല്ലോ അല്ല അങ്ങനത്തെ ഒരു ടൈപ്പ് കളർ വെച്ചും ചെയ്തു. പിന്നെ ലൈറ്റ് യെല്ലോ ആണെന്ന് തോന്നുന്നു കാണുമ്പോൾ അത് വെച്ച് ഞാൻ ചെയ്തിട്ടോ. ചെറുതായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇതേമാതിരി വരച്ച് അത് കോളായപ്പോൾ ഞാൻ രണ്ടാമത് അതേമാതിരി വരച്ചിട്ട് ചെയ്ത് കണ്ടോ. അതാണ് ലാസ്റ്റ് കണ്ടോ ഒരു ലവിന് ഒരു വ്യത്യാസം. അടുത്ത് നേരത്തെ കാണിച്ച കല്ലിലൊന്ന് പശ കൊണ്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ അത് ഒരു ബോർഡാവുന്ന സംശയം കൊണ്ട് ഡബിൾ സെറ്റ് ആയതുകൊണ്ട് നമ്മളതൊന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ.
ഡബിൾ സൈഡ് ആപ്പാണ് ഞാൻ ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കാൻ പറ്റപ്പാട് എനിക്കേ അറിയുള്ളൂ കേട്ടോ. അത് ഒട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പോലും എന്ന് വെച്ചാൽ 2 ഭാഗത്തും പ്രശ്നമല്ലോ. പിന്നെ ഞാൻ ഓർമ്മയില്ലാതെ ചെയ്താണ് അങ്ങനെ. അത് ആദ്യം ആ പേപ്പർ ഒട്ടിച്ചിട്ട് ഒട്ടിച്ചാൽ മതിയെന്ന് ഓർമ്മയാതെ മണ്ടത്തരങ്ങൾ കാട്ടിയതാട്ടോ ഞാൻ. ലാസ്റ്റ് ഞാൻ അങ്ങനെ ഒട്ടിച്ച് കേട്ടോ. ഞാൻ ആ വരച്ചതിൽ ഒരു അമ്മയും കുട്ടിയാണ്, പക്ഷെ അത് വേറെ എന്തോ വായിക്കണേ. എന്നാലും മനസ്സിലാവുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇത് ഞാൻ ആദ്യം ആ ലവ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഐ ലവ് മോം എന്ന് എഴുതാൻ വെച്ച്, പക്ഷെ അത് രസമുണ്ടല്ല വെച്ചിട്ട് ഞാൻ അത് വേറെ പേജിലേക്ക് ഇരുന്ന്, പക്ഷെ അതും ബോറാവും വിചാരിച്ച് ഞാൻ പേടിച്ചിരുന്നു. എന്നാലും സരിയാ രസത്തിൽ വന്നിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ പെന്ന് ഉപയോഗിച്ച് ഐ ലവ് മോം എന്ന് എഴുതുന്നുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഐ ലവ് ടു മോം. അങ്ങനെ ലവ് ഡിസൈനായിട്ട് കൊടുത്തിരുന്നു, പക്ഷേ നമ്മൾ നേരത്തെ വരച്ച് ഒട്ടിച്ച ഡബിൾ സെൻറ്റർ ആപ്പാണ് ഒട്ടിച്ച ആ ലവും ഇതും കൂടെ എൻ്റെ ഉള്ളിൽ കൊള്ളൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആ ലവിൻ്റെ പകുതി വെട്ടിയെടുത്തിട്ടോ. പക്ഷെ എന്തായാലും രസമുണ്ട് കേട്ടോ കാണാൻ. ഞാൻ ഗിവ് നടത്തുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ മറക്കാതെ. അത് ഞാൻ ഡബിൾ സൈഡ് ആപ്പാണ്ടാണ് ഒട്ടിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തേ. ഇത് നേരത്തെ നമ്മൾ മടക്കിയ മരത്തിൽ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. കുറച്ചും കൂടി മേലെ കൈ ഒട്ടിക്കുന്നുണ്ട്. സാരിയെ ലവേ എൻ്റെ ജീവൻ പോയി നടന്നിട്ട് ഞാൻ അതിൻ്റെ പകുതി വെട്ടിയെടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുത്തേ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലും ഐ ലവ് ടു മോം ഇതിൻ്റെ എടുത്തും കുറച്ച് ലവ്സൊക്കെ വരച്ചെടുത്തിട്ടോ. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. കാണുമ്പോൾ കുറച്ച് കൊടുക്കുള്ള നല്ല പണിയുള്ള മാതിരി തന്നെങ്കിലും ഉണ്ടാക്കാൻ സിമ്പിളാട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഞാൻ നേരത്തെ മടക്കി അതേമാതിരി തന്നെ മടക്കട്ടോ. എന്നിട്ട് ഞാൻ മുൻപിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു മുത്തെടുത്ത് ഡബിൾ സൈഡ് ആപ്പാണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ മുത്തും കൂടെ ഒട്ടിച്ച് അടിപൊളിയായിട്ട് എനിക്ക് സത്യം നല്ല ഇഷ്ടമായ. നല്ല ഭംഗിയില്ലേ കാണാൻ? ഭംഗി ഉണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്ത് പറയണേ. ഭംഗി നല്ല സൂപ്പറായിക്കണമെന്ന്. ഇനി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇടുക. ഫയൽ ഉണ്ടാക്കാനാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നതായിരിക്കും. ഒക്കെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് അത് കൊമൻ്റായിട്ട് വിടുക കേട്ടോ. പിന്നെ അമ്മായി മദർ ഗിഫ്റ്റ് ഒന്നും കൂടെ എഴുതി അവിടെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. ടാറ്റ.